ഹലോ കൂട്ടുകാരെ, തീർന്നു പോയ ടേപ്പ് കയ്യിലുണ്ടെങ്കിൽ ന്യൂ ഇയർ ഫ്രണ്ടിലുള്ള ഗിഫ്റ്റ് ഷഡേന്ന് ഇപ്പം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാം തീർന്നു പോയിട്ട് ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീർത്തതല്ല കേട്ടോ, ഓൾറെഡി തീർന്നു പോയതാണ്. അതിൻ്റെ പുറം ഭാഗത്ത് ടേപ്പ് വരുന്ന ഭാഗത്ത് നമ്മളൊന്ന് എടുത്ത് കളഞ്ഞിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേപ്പറൊക്കെ വെച്ചിട്ട് അത് ഒട്ടിക്കുമ്പോൾ ഒട്ടാൻ കുറച്ച് പ്രയാസമായിട്ട് വരും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലും ഉള്ളിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്തരം പേപ്പറൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നോർമൽ ഏതെങ്കിലും ഒരു കളർ പേപ്പറോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറോ ഒക്കെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അറഞ്ചും നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തും ഉള്ളിലായിട്ട് ഈ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഈ പേപ്പർ ഒട്ടിക്കുമ്പോൾ നല്ലൊരു ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ഫീൽ തോന്നും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതിന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇത്രയും വീതി കൂടിയ ടേപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും വീതി കുറഞ്ഞ ടേപ്പാണെങ്കിലും കൂടിയ ടേപ്പാണെങ്കിലും ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഗിഫ്റ്റ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ഈ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പേപ്പർ ഒരു സിൽക്കി ടച്ച് പോലെ ഉള്ളതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ കുറച്ച് ലേറ്റായിട്ടോ. അപ്പോൾ നമ്മളതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരമൊക്കെ വെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഉള്ളിലും പുറത്തായിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതേ സൈസിലുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കണം. അതേ സൈസിൽ നിന്ന് വേറൊരു പേപ്പറും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ടെക്സ്റ്റ് എഴുതാനായിട്ട് ആ പേപ്പറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനൊരു മഞ്ഞ കളറിലുള്ള ചാർട്ട് പേപ്പറിൻ്റെ ഒരു പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഇതേപോലെ ഫെവിക്കോൾ നന്നായിട്ട് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം സെറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ മഷി പരന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഹാപ്പി ന്യൂ ഇയറിന് സ്കെച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ മാർക്കർ വെച്ചിട്ടോ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഇപ്പോൾ സ്കെച്ച് മാർക്കറും ഒന്നും ഇല്ലെങ്കിൽ നല്ലൊരു പേന വെച്ചിട്ട് എഴുതിയാലും മതി. ഹാപ്പി ന്യൂ ഇയറിന് എഴുതി കൊടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. ഇതൊക്കെ ഒരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ഗിഫ്റ്റ് ഐഡിയ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗിഫ്റ്റൊന്നും വാങ്ങിക്കാൻ ഇപ്പോൾ അത്യാവശ്യം ക്യാഷൊക്കെ വേണം. അപ്പോൾ ക്യാഷൊന്നും കയ്യിലില്ലാത്തവർക്ക് ഇതേപോലുള്ള DIYs ഒക്കെ ട്രൈ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ട് അവരെ ഹാപ്പിയാക്കാം, നിങ്ങളും ഹാപ്പിയാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ടെക്സ്റ്റ് എഴുതിയ ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിലായിട്ടായിരിക്കണം ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി കാർഡ്ബോർഡിൻ്റെ പുറത്തുള്ള പീസ് മറിക്കാനായിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പർ തന്നെ ഒന്നുകൂടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ടെക്സ്റ്റ് എഴുതി അവിടെ ചെറിയൊരു സ്കെച്ച് പെൻ വെച്ചിട്ട് ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമായിട്ട് ഓപ്ഷനിലാണ്. അത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം നമ്മൾ കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ വീണ്ടും ഫെവിക്കോൾ തേച്ചിട്ട് ഒന്ന് മടക്കി കൊടുത്താൽ അതവിടെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് അത് അറിയില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയാലും അത് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ബീഡ്സ്, സീക്വൻസ്, ഇനി നിങ്ങളുടെ കയ്യിൽ തെർമോക്കോളിൻ്റെ ബോൾസൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും കൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഗ്ലിറ്റർ പേപ്പർ കട്ട് ചെയ്തിട്ട് അതും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കവർ ചെയ്യുന്നത് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ യൂസ് ചെയ്തിട്ടാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ OHP ഷീറ്റ് ആയാലും മതി കേട്ടോ. അത് നമ്മൾ ആ സൈസിന് തന്നെ കട്ട് ചെയ്തിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഗ്ലൂ ഗണ്ണ് വെച്ച ആ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്യാനായിട്ട് ലിക്വിഡ് ഗ്ലിറ്റർ ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ മെറ്റാലിക് പെയിൻറ്റോ അല്ലെങ്കിൽ സീക്വൻസ് അല്ലെങ്കിൽ ബീഡ്സ് എന്തെങ്കിലും ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. ആ ഭാഗം ഒന്ന് നമ്മൾ ഒട്ടിച്ചെടുത്ത ആ ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഭംഗി ഉണ്ടാവും. എല്ലാ ഭാഗത്തും ഇതേപോലെ നന്നായിട്ട് ഈ ലിക്വിഡ് ഗ്ലിറ്റർ നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളത് പിടിക്കുമ്പോൾ കയ്യിൽ നമ്മുടെ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ ഭാഗത്തും ഇതേപോലെ തേച്ച് കൊടുത്തു. ഇനി ഇതേപോലെ കിലുക്കി നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചിരിക്കുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി നമുക്ക് കാണുകയും ചെയ്യാം. ഇതിങ്ങനെ നല്ല തിളക്കമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നില്ല. ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ പരിപാടി കൂടെയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. നമ്മൾ റെഡ് കളർ പേപ്പർ ഒരു റിബൺ മോഡൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേൽഭാഗത്തായിട്ട് വെച്ച് കൊടുത്താൽ നമ്മുടെ കിടുക്കാച്ചി ഗിഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് കയറി വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ
ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.